നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ദുന്യവിയായ ലോകത്തിലെ ജീവിതം, ആ ജീവിതം കുറച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ദീർഘിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് തന്നെ നമ്മുടെ ആയുസ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദീർഘിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ മുത്തു റസൂല് പറഞ്ഞ 7 കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പല ആളുകൾക്കും സംശയമുണ്ട്, അള്ളാഹു നേരത്തെ നമ്മുടെ ആയുസ് തീരുമാനിച്ചതാണല്ലോ മരണമൊക്കെ, പിന്നെ എങ്ങനെയാണ് ആയുസ് ദീർഘിപ്പിച്ചെടുക്കുക? ഒരാൾ ജനിക്കുന്നത് എപ്പോഴാണ്, മരിക്കുന്നത് എപ്പോഴാണ്, എല്ലാം അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ എഴുതി വെച്ചതിൻ്റെ അപ്പുറത്തേക്ക് ആയുസ് ദീർഘിപ്പിച്ചെടുക്കുക? ഇതൊക്കെ യൂട്യൂബിൽ റീച്ച് കൂട്ടാൻ വേണ്ടി മുസ്ലിയാർ വെറുതെ തട്ടിക്കൂട്ടുന്നതാണെന്ന് ചില ആളുകൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അവർക്കുള്ള മറുപടിയും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അത് കേട്ടു നോക്കുക. ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ ഒരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ നിങ്ങൾ ഒരുപാട് വട്ടം പറയണം, ഒരുപാട് വട്ടം. നമ്മുടെ നിസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ഈ ദുആ ഇങ്ങനെ പതിവാക്കുക. ഏതാണ് ആ ദുആ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് നമ്മുടെ ആയുസ്, ആ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാനുള്ള 7 പോംവഴികളാണ്. 7 കാര്യങ്ങൾ. ആ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ അല്ലാഹു തആല ദീർഘിപ്പിച്ച് നൽകുമെന്നാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, അതെങ്ങനെ ശരിയാകും? അല്ലാഹു തആല നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ എന്നാണ്, എപ്പോഴാണ് മരിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ പിന്നെ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആയുസ് ഇങ്ങനെ ദീർഘിപ്പിച്ച് കിട്ടുക എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും. ഇവിടെ മഹാന്മാർ പറയുന്നു, അല്ലാഹുവിൻ്റെ വിധി, അല്ലാഹുവിൻ്റെ ഖലാ 2 രൂപത്തിലാണ്. ഒന്നാമത്തേത് മുബറമായ ഖലാ, രണ്ടാമത്തേത് മുഅല്ലഖായ ഖലാ. ഈ മുബറമായ ഖലാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പറ്റൂല. അത് എത്ര തന്നെ പരിശ്രമിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു വിധി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തേത് മുഅല്ലഖായ ഖലാ ആണ്. അതായത് മുഅല്ലഖായ ഖലാ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള വിധിയാണ്. ചില കാര്യങ്ങൾ ചെയ്താൽ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടും, ചില കാര്യങ്ങൾ ചെയ്താൽ ആയുസ് കുറഞ്ഞു പോകും. ഇപ്പോൾ നിസ്കരിച്ചാൽ സ്വർഗമുണ്ട്, കള്ള് കുടിച്ചാൽ നരകമുണ്ട്, ഇത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം സ്വർഗം കിട്ടാൻ. ഏതായാലും അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടാകുമല്ലോ, സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിക്കാൻ പറ്റൂല. നിസ്കരിക്കണം, എന്നാലാണ് സ്വർഗം കിട്ടുക. കള്ളു കുടിക്കാൻ പാടില്ല, എന്നാലാണ് സ്വർഗം കിട്ടുക. കള്ളു കുടിച്ചാൽ നരകത്തിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ പറ്റും. എല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനമാണ്, അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് നിസ്കരിക്കാതിരിക്കാൻ പാടില്ല. നിസ്കരിക്കണം, അതുപോലെ തന്നെ ഫർളായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ആയുസ്സിനെ അല്ലാഹു തആല ദീർഘിപ്പിച്ച് നൽകുമെന്ന് മഹാന്മാർ പറഞ്ഞു തരുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് പരിചയപ്പെടുത്താം. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. അതായത് മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ സമുദായത്തിന് 150, 200, 250, 350, 450, 600 വർഷമൊക്കെ ജീവിച്ച സമുദായമുണ്ടായിരുന്നു. നമുക്കതൊന്നുമില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ 100 വയസ്സ് വരെ ജീവിച്ച, 100 വേണ്ട, ഒരു 90, 80 വയസ്സ് വരെ ജീവിച്ച, അവനക്കൊക്കെ വലിയ ദീർഘായുസുണ്ട് എന്ന് നമ്മൾ പറയും. നബിതങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിൻ്റെ ഏകദേശം ഒരു വയസ്സെന്ന് പറഞ്ഞാൽ 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്കൊക്കെ വളരെ കുറഞ്ഞ ആയുസ്സാണ്. ആ ആയുസ്സിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ ആ ആയുസ് നമുക്ക് ദീർഘിപ്പിച്ചെടുക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആയുസ് കുറയും. ഇവിടെ നമ്മൾ പറയുന്നത് ആയുസ് നീട്ടിക്കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടും. ഈ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ ആയുസ് കുറയുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ, ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുമെന്നും മഹാന്മാർ പറയുന്നു. ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ ഒന്നാമത്തെ കാര്യം സിലത്തുർ റഹിം, കുടുംബ ബന്ധം ചേർക്കലാണ്.
ഉമ്മയോട് പിണങ്ങിയവർ, വാപ്പയോട് പിണങ്ങിയവർ, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സഹോദരനോട്, സഹോദരിയോട്, അയൽവാസികളോട്, കുടുംബക്കാരോട്, കൂട്ടുകാരോട് പിണങ്ങിക്കഴിയുന്ന ഒരുപാട് പേര് ഒരുപക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിലുണ്ട്, അതല്ലാത്ത കൂട്ടരിലുണ്ട്. നമ്മളിൽ പല ആളുകളും നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ഹജ്ജ് ഒരുപാട് വട്ടം ചെയ്തവരാണ്, സ്വതക്കകൾ വാരിക്കോരി കൊടുക്കുന്നവരാണ്, തസ്ബീഹേ തസ്ബീഹാണ്, സ്വലാത്തേ സ്വലാത്താണ്, ഏത് സമയത്തും കൗണ്ടറാണ്, കയ്യിൽ 3-4 കൗണ്ടറുകൾ വെച്ച് എണ്ണി കൊണ്ടിരിക്കുന്നു, എല്ലാം നല്ലതാണ്. പക്ഷേ വാപ്പയോട് പിണക്കം, ഉമ്മയോട് പിണക്കം, സഹോദരനോട് മിണ്ടൂല, കേവലം ചില എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ. ഒരു സഹോദരൻ ഒരു ജ്യേഷ്ഠൻ അനുജനോട് പിണങ്ങി, കാരണം ജ്യേഷ്ഠൻ വന്നപ്പോൾ അനുജൻ എഴുന്നേറ്റ് നിന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്നു. നിസ്സാരമായ കാര്യങ്ങൾ, വിട്ടുകളയേണ്ട കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ചിട്ട് പിണങ്ങി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. സ്ഥലത്തിൻ്റെ പേരിൽ പിണങ്ങുന്നവർ. ഈ സ്ഥലം മരിച്ചു കഴിഞ്ഞാൽ കബറിലേക്ക് എങ്ങനെയാ നമ്മൾ കൊണ്ടുപോവുക? 1 സെൻറ്റ് 1/2 സെൻറ്റൊക്കെ, ഓ 1/2 സെൻറ്റ് അവൻ കൂടുതലെടുത്തു, ഞാൻ അവിടെ മിണ്ടൂല. ചില വാപ്പമാർ പറയും, ഞാൻ എൻ്റെ മകനോട് പിണങ്ങി, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും കാണാൻ വരണ്ട. അങ്ങനെയൊന്നും പറയാനേ പാടില്ല എന്നാണ്. കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യമുള്ള മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ചില വാപ്പമാർ മക്കളുമായി വഴക്കിട്ട് നിൽക്കുന്ന സമയത്ത് പല ഡയലോഗുകൾ പറയും. ചിലപ്പോൾ പറയും, വാപ്പ അങ്ങോട്ട് മരിച്ചുപോയെന്ന് കരുതിയേക്ക്. അതായത് ഇനി വേണ്ട, ആ മകനുമായിട്ടുള്ള മോളുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞു എന്ന്. നമ്മളിവിടെ മുറിച്ചാലും ആ ബന്ധം മുറിയോ? നമ്മൾ എത്ര കത്തി കൊണ്ട് മുറിച്ചാലും ആ ബന്ധം അങ്ങോട്ട് മുറിയില്ല. അതുകൊണ്ട് അതൊക്കെ മക്കൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും, അതൊക്കെ വാപ്പാടെ ആ ഒരു ദേഷ്യത്തിന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും പറയാനേ പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതം, അത് ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, എല്ലാവരോടും, പ്രത്യേകം ഉമ്മയോടും വാപ്പയോടും പിണങ്ങിക്കഴിയാൻ പാടില്ല. അങ്ങനെ പിണങ്ങിയാൽ എന്താണ്? കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ടായാൽ നമ്മുടെ ആയുസ് കുറയുന്നതാണ്. നമ്മുടെ കൊച്ചാപ്പമാർ, മൂത്താപ്പമാർ, പ്രത്യേകിച്ച് ഭാര്യയുടെ മാതാപിതാക്കൾ, അവരോട് വലിയ കടമയുണ്ട്. ഈ ഭാര്യയുടെ മാതാപിതാക്കൾ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ വുളു മുറിയില്ല. ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും ഷാഫി മദ്ഹബ്. ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ വുളു മുറിയില്ല ഷാഫി മദ്ഹബ്. കാരണം എന്താ? അവർ ഉമ്മയുടെ സ്ഥാനത്താണ്. ഇനി ഈ ഭാര്യയെ നീ തൊലാഖ് ചൊല്ലിയാലും ആ ഉമ്മയോട് നിനക്ക് കടമയുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, കുടുംബ ബന്ധം അത് എല്ലാവരുമായിട്ട് എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളൊക്കെ കൂട്ടി ഇണക്കുക, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക. അത് നമ്മുടെ ദീർഘായുസ്സിന് കാരണമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യനോട് സംസാരിച്ചു. ആ മനുഷ്യൻ പിരിഞ്ഞുപോയി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞുപോയി, സലാം പറഞ്ഞു പിരിഞ്ഞുപോയി. മഹാനായ അസ്രായിൽ അലൈഹിസ്സലാം വന്നു, നബിയെ, ദാവൂദ് നബിയെ, ആ പോയ മനുഷ്യൻ നാളെ മരിക്കുന്നവനാണ്. ദാവൂദ് നബിക്ക് വിഷമമായി, സങ്കടമായി. പിന്നെയോ 20 വർഷം കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യനെ കണ്ടു എന്നാണ്. ചോദിച്ചു, ഇതെന്ത് അത്ഭുതമാണ്, ഇയാൾ മരിക്കുമെന്നല്ല അസ്രായേൽ എന്നോട് പറഞ്ഞത്? അതേ നബിയെ, പക്ഷേ ഇവൻ താങ്കളോട് സംസാരിച്ച് നേരെ പോയത് ഇവൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ അടുക്കലേക്ക്, അവൻ്റെ എളാമ്മയുടെ അടുക്കലേക്കാണ്. ആ എളാമ്മയുമായി അവൻ എന്തോ പിണങ്ങി നിൽക്കുകയായിരുന്നു. അവൻ ആ ബന്ധം കൂട്ടി ഇണക്കി, അവൻ അവരോട് സലാം പറഞ്ഞു, സംസാരിച്ചു, മിണ്ടി, ആ കുടുംബ ബന്ധം ചേർത്തു. അവനിക്ക് 20 വർഷം അല്ലാഹു തആല ദീർഘായുസ് നൽകിയെന്ന് ദാവൂദ് നബിയുടെ ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് കുടുംബ ബന്ധം, നമ്മൾ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ ചേർക്കുക. അതെന്ത് കാരണത്തിന് വേണ്ടിയാവട്ടെ, എന്ത് കാര്യം പറയട്ടെ, അവരിന് നമ്മൾ അങ്ങോട്ട് ചെന്ന് മിണ്ടിയാലും ഇങ്ങോട്ട് മിണ്ടണ്ട, കുഴപ്പമില്ല. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. ഒരു സലാം പറഞ്ഞ് അങ്ങോട്ട് പോയി മിണ്ടുക. രണ്ടാമതായി ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. നല്ല സ്വഭാവത്തിൻ്റെ അടയാളമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്, സ്മൈൽ, ഒന്ന് ചിരിക്കുക എന്നുള്ളത്. ഇന്ന് പല ആളുകളും മസിൽ പിടുത്തമാണ്. അതായത് ഭയങ്കര ഗൗരവം, എന്നാൽ ഒരു ഗൗരവമില്ല, എന്നാൽ ആളുകളുടെ മുന്നിൽ ഭയങ്കര ഗൗരവത്തോടു കൂടി നടക്കുന്നു. അതുണ്ടാവാൻ പാടില്ല. ഗൗരവത്തോടു കൂടി നടന്നാലേ എനിക്ക് സമൂഹത്തിൽ വിലയുണ്ടാകൂ എന്ന് പറഞ്ഞ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗൗരവത്തോടു കൂടി നടക്കുന്നവർ, അതുണ്ടാവാൻ പാടില്ല. ഹുസ്നുൽ ഖുൽഖ്, സ്നേഹം എന്ന് പറഞ്ഞ് താണ് വീണ് കേണ് വിനയം കാണിക്കേണ്ട ആവശ്യവുമില്ല. ഗൗരവം കാണിക്കേണ്ട സ്ഥലത്ത്, സന്ദർഭത്തിൽ അങ്ങനെ തന്നെ നിൽക്കുക. ഒരു മധ്യ നിലപാടായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. താഴ്മ കാണിക്കേണ്ട സ്ഥലത്ത് താഴ്മ കാണിക്കുക, ഗൗരവം കാണിക്കേണ്ട സ്ഥലത്ത് ഗൗരവവും കാണിക്കുക. എപ്പോഴും പുഞ്ചിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ചിരി എന്ന് പറഞ്ഞാൽ ഒരു സ്വതക്കയാണ്.
അത് അറിയുന്നവരോടും അറിയാത്തവരോടും ഒന്ന് കാണുമ്പോൾ ഒന്ന് വെറുതെ ചിന്തിക്കുക, അതൊരു സ്വതക്കയുടെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയണം, ഓ നല്ല സ്വഭാവമായിരുന്നു അയാളുടേത് എന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ ഏതെല്ലാം നല്ല സ്വഭാവത്തിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമ്മൾ സ്വായത്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുന്നതാണ്. മൂന്നാമത്തെ കാര്യം ഹുസ്നുൽ ജിവാർ, അയൽവാസികളോട് നല്ല രൂപത്തിൽ പെരുമാറുക. അയൽപക്ക ബന്ധങ്ങൾ, അത് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഹൈന്ദവനാവട്ടെ ക്രൈസ്തവനാവട്ടെ മതമുള്ളവൻ മതമില്ലാത്തവൻ ആരാവട്ടെ എല്ലാവരോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുക. അയൽവാസികളുടെ ബന്ധത്തെക്കുറിച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് ഇങ്ങനെ പറഞ്ഞ് നബി തങ്ങൾ അവസാനം പറയുകയാണ്, ജിബ്രീൽ എന്നോട് പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്ത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അനന്തര അവകാശ സ്വത്ത് അയൽവാസികൾക്ക് കൊടുക്കണം എന്ന് ജിബ്രീൽ പറയുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത്രമാത്രം കടമകളാണ് അയൽവാസികളോടുള്ളത്. ചിലപ്പോൾ ഇങ്ങോട്ടൊന്നും മൈൻഡ് ഉണ്ടാവില്ല, എങ്കിലും കാണുമ്പോൾ ഒന്ന് അങ്ങോട്ട് ചിരിച്ചേക്കുക, നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയേക്കുക. പിന്നെയോ ചിലപ്പോൾ അയൽവാസികളുടെ പറമ്പിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു മരത്തിൻ്റെ ചില്ല ചാഞ്ഞിട്ടുണ്ടാകും. ആ ചില്ലയിൽ നിന്നും ആ മരക്കൊമ്പിൽ നിന്നും ഇലകളും മറ്റ് വസ്തുക്കളെല്ലാം അയാളുടെ പറമ്പിലേക്ക് വീണിട്ടുണ്ടാകും. അയാൾ പലപ്പോഴും പറഞ്ഞ് അവസാനം മടുക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളം അപ്പുറത്തേക്ക് ഒഴുക്കി വിടുന്നു, വേസ്റ്റുകൾ അപ്പുറത്തേക്ക് അവരുടെ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇടുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പാചകം ചെയ്യുന്നതിൻ്റെ പുകയെല്ലാം അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്ന തരത്തിൽ, പുകയാണ് ചിലപ്പോൾ കാറ്റടിച്ച് അങ്ങോട്ട് പോകും, അതല്ല പറഞ്ഞത്, ഇത് അങ്ങോട്ട് തന്നെ വെച്ച് ഒരു വലിയൊരു കുഴൽ അങ്ങോട്ട് തന്നെ വെച്ചിരിക്കുക. എന്തിനാ? ആ മനഃപൂർവ്വം ആ പുകയെല്ലാം അങ്ങോട്ട് പോവട്ടെ എന്ന്. നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു ഉപദ്രവവും അയൽവാസിക്ക് ഉണ്ടാവാൻ പാടില്ല, അതിനൊരു വക നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. എന്തിനേറെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഉണ്ടാക്കുന്ന ഭയങ്കര ശബ്ദം പോലും, ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു സന്തോഷം നടക്കുകയായിരിക്കും, അപ്പോൾ ഭയങ്കര എല്ലാവരും ഒന്ന് ഒച്ചപ്പാടും ബഹളവും പാട്ടും ബഹളവും ഒക്കെ, പക്ഷെ അയൽവാസികൾക്ക് അതൊരു ബുദ്ധിമുട്ടായാൽ അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് തന്നെയാണ്. അള്ളാഹിൻ്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ അടുത്തടുത്ത് വീടുകളുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെള്ളം ഒരുപക്ഷെ മഴവെള്ളം അതൊക്കെ ഒലിച്ചു വീഴുമ്പോൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ടാകും. അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് അതൊന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത നിലയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഒരു വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള 40 വീടുകൾ, 4 സൈഡിലുമായിട്ടുള്ള 40 വീടുകളാണ് അയാളുടെ അയൽവാസികൾ. അതാണ് ഫിഖ് പറയുന്നത്. അയൽവാസി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ മാത്രമല്ല, 40 വീടുകളാണ്, ചുറ്റുഭാഗത്തുള്ള 40 വീടുകളാണ്. അപ്പോൾ അത്രമാത്രം കടമകൾ അയൽവാസികളോടുണ്ട്. അയൽവാസികളോടുള്ള കടമകൾ നിർവഹിച്ചാൽ എന്തുണ്ട്? ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുമെന്ന് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനിയോ 4ാമത്തെ കാര്യം ദുആ ചെയ്യലാണ്. ഈ ആയുസ് കിട്ടാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല രൂപത്തിൽ ദുആ ചെയ്യണം. ഒരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ നിങ്ങൾ ഒരുപാട് വട്ടം പറയണം, ഒരുപാട് വട്ടം. നമ്മുടെ നിസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ഈ ദുആ ഇങ്ങനെ പതിവാക്കുക. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ അക്സിർ മാലി വവലദി വബാരിക് ലി ഫീമാ അഅ്തൈതനി വഅതിൽ ഹയാതി അലാ ത്വാഅതിക വഅഹ്സിൻ അമലി വഗ്ഫിർ ലി. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അക്സിർ മാലി വവലദി വബാരിക് ലി ഫീമാ അഅ്തൈതനി വഅതിൽ ഹയാതി അലാ ത്വാഅതിക വഅഹ്സിൻ അമലി വഗ്ഫിർലി. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അക്സിർ മാലി വവലദി, അല്ലാഹുവേ എൻ്റെ സമ്പത്തും എൻ്റെ സന്താനങ്ങളും അതൊക്കെ നീ അധികരിപ്പിച്ച് നൽകണേ അല്ലാ. വബാരിക് ലി ഫീമാ അഅ്തൈതനി, നീ എനിക്ക് തന്നതിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വഅതിൽ ഹയാതി അലാ ത്വാഅതിക്, അല്ലാഹുവേ നിന്നെ അനുസരിച്ച് നിന്നെ ആരാധിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കാനുള്ള തൗഫീക്ക് നീ നൽകണേ അല്ലാ. വഹ്സിൻ അമലി വഗ്ഫിർലി, നീ എൻ്റെ അമലുകൾ നന്നാക്കണേ അല്ലാ, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അക്സിർ മാലി വവലദി വബാരിക് ലി ഫീമാ അഅ്തൈതനി വഅതിൽ ഹയാതി അലാ ത്വാഅതിക വഅഹ്സിൻ അമലി
വഗ്ഫിർലി. ഈ ദുആ ഇങ്ങനെ ഒരുപാട് വട്ടം പറയണം, ഇൻഷാ അല്ലാഹ്. ഈ ദുആ പതിവാക്കുക. നമ്മുടെ ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ച് നൽകുന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെയോ ഇനി ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക. മാതാപിതാക്കളോടുള്ള കടമകൾ, അവരോട് മാന്യമായി പെരുമാറുക. ബിർറുൽ വാലിദൈൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാണ്. ഉമ്മയെയും വാപ്പയെയും സംരക്ഷിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ അവൻ ഈ ദുന്യാവിൽ വെച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുക, അവർക്ക് താമസിക്കാൻ, അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 3 ഗുണങ്ങളാണ്. ഒന്നാമത്തേത്, അല്ലാഹു തആല നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് നൽകും. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത്, എന്ത് കച്ചവടം തുടങ്ങട്ടെ, എന്ത് ബിസിനസ് തുടങ്ങട്ടെ, എന്ത് ജോലിയിൽ ഏർപ്പെടട്ടെ, എല്ലാത്തിലും വെച്ചടി ഉയർച്ച ഉണ്ടാകുമെന്നാണ്. ചില കച്ചവടക്കാരുണ്ട്, അവർക്ക് ഭയങ്കര ലാഭം. അപ്പോൾ അവരോട് അതിൻ്റെ രഹസ്യം ചോദിക്കുമ്പോൾ അവരിൽ പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ, ഞാൻ കച്ചവടത്തിനായിട്ട് ഇറങ്ങുന്ന ഓരോ ദിവസവും എൻ്റെ ഉമ്മക്ക് ഒരു 100 രൂപ ഞാൻ കൊടുക്കും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഉമ്മയുടെ കയ്യിൽ ഒരു 100 രൂപ കൊടുത്തിട്ട് പറയും, ഉമ്മ എനിക്ക് വേണ്ടി ദ്വാരക്കണേ, കച്ചവടത്തിന് വേണ്ടി ദ്വാരക്കണേ. ആ 100 രൂപ തിരിച്ച് ആ മകനിക്ക് തന്നെയാണ് ഉമ്മ കൊടുക്കുന്നത്. പക്ഷേ ഒരു സ്വതക്ക കൊടുത്ത പ്രതിഫലം ആർക്ക്? ഒരു ദിവസത്തിൻ്റെ ആദ്യത്തിൽ ആ ഒരു മകൻ സ്വതക്ക കൊടുക്കുന്നു, ഉമ്മാക്ക് സ്വതക്ക കൊടുക്കുന്നു, എന്നിട്ട് ദ്വാരക്കാൻ പറയുന്നു. ആ ഉമ്മ ചെറിയ അതായത് കയ്യെന്ന് ഉയർത്തിയെന്നും അല്ല ദ്വാര, അല്ലാഹുവേ എൻ്റെ മോൻ്റെ കച്ചവടം നീ ബറക്കത്തിലാക്കണേ എന്ന് ഒരു ദ്വായാണ്. പക്ഷെ അത് മനസ്സിൽ നിന്ന് വരുന്ന ദ്വായാണ്. അതുകൊണ്ട് എന്ത് കിട്ടി? വെച്ചടി ഉയർച്ചയാണ് എന്ത് കാര്യത്തിലും. ചില ആളുകളുണ്ട്, എന്ത് ചെയ്താലും ഉയർച്ചയിൽ, എന്ത് ചെയ്താലും തകർച്ചയാണ്. എന്തേ? ഉമ്മയോടും വാപ്പയോടും ഈ കാര്യം ഒന്നും പറയൂല. ഒരു കട തുടങ്ങി, ഷോപ്പിംഗ് മോൾ തുടങ്ങി, അല്ലെങ്കിൽ മകളുടെ കല്യാണം നിശ്ചയിച്ചു, ഉമ്മയും വാപ്പയും അറിഞ്ഞിട്ടില്ല. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, ഉമ്മാനോടും വാപ്പാനോടും ഒന്നും പറയാത്ത ആളുകൾ. അങ്ങനെ ആവാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അവരത് കേൾക്കുകയേ ഉള്ളൂ, ഒന്നും മറുപടിയൊന്നും പറയില്ല. പക്ഷെ അത് മതി നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവാൻ. പിന്നെ ചില ആളുകൾ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് ഉമ്മാനെയും വാപ്പാനെയും കൊണ്ട്, അതൊക്കെ ഒരു ബർക്കത്താണ്. പള്ളിയിൽ ഉസ്താദ് വന്നാൽ മാത്രമേ ആ ഉദ്ഘാടനം ശരിയാകൂ, അല്ലെങ്കിൽ ഒരു മന്ത്രി വന്ന് അത് മുറിച്ചാലേ ഉദ്ഘാടനം ശരിയാകും, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മയും വാപ്പയും അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഹൈറായത്. അവരെ കൊണ്ട് ആ നാട മുറിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു ദുആ ചെയ്യിപ്പിച്ച്, അവർക്കൊരു ഹദിയ കൊടുത്തിട്ട് നമ്മുടെ കച്ചവടത്തിലേക്കൊക്കെ ഇറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നല്ല ഒരു ബറക്കത്തുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, നല്ല മക്കളെയും നമുക്ക് നൽകും. നമ്മുടെ ഉമ്മയെയും വാപ്പയെയും നമ്മൾ എത്രമാത്രം നോക്കുന്നോ അങ്ങനെ നമ്മളെ നോക്കാൻ അള്ളാഹു തആല നമുക്ക് മക്കളെയും നൽകുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനിയോ ആറാമത്തെ കാര്യം സ്വതക്ക കൊടുക്കലാണ്. അസ്വദഖത്തു റദ്ദുൽ ബല. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഹദീസാണ്. എവിടെയാണ് കാണുന്നത്? നമ്മുടെ കാണിക്ക വഞ്ചിയിൽ, നമ്മുടെ പള്ളിക്കുറ്റികളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അസ്വദഖത്തു റദ്ദുൽ ബല. ആപത്തുകളിൽ നിന്നും തടയും. ദാനം ആപത്തുകളെ തടയും. ഇതവിടെ മാത്രം എഴുതി വെക്കാനുള്ളതല്ല, നമ്മുടെ മനസ്സിൽ എഴുതി വെക്കാനുള്ളതാണ്. എത്രയോ ആളുകൾ അനുഭവം പറഞ്ഞിരിക്കുന്നു. അതായത് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ കണ്ടു, അവനക്കൊരു 10 രൂപ, ഒരു 5 രൂപ കൊടുത്തിട്ട് ഇറങ്ങി. വലിയൊരു എത്രയോ അപകടങ്ങളിൽ നിന്നും, അതായത് ഒരു വലിയ ലോറി വന്ന് തട്ടിയില്ല എന്ന് പറഞ്ഞു പോയി. ചിലപ്പോൾ തട്ടിയേക്കും, എന്നാലും വീണു, ഒന്നും പറ്റിയില്ല. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഉസ്താദ്. എത്രയോ ആളുകൾ അനുഭവം പറഞ്ഞിരിക്കുന്നു. അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള, മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള സ്വതക്കയുടെ ഫലങ്ങളാവാം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ദീർഘായുസ് കിട്ടണോ? സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇനി ഏഴാമത്തെ കാര്യമോ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, ഒരു സയൻറ്റിഫിക്കലായിട്ടുള്ള, അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു, ദീർഘായുസ് കിട്ടാനുള്ള ഒരു പോംവഴിയാണ് പ്രഭാത ഭക്ഷണവും പ്രദോഷ ഭക്ഷണവും നേരത്തെ കഴിക്കുക. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 10 മണി, 11, 11:30 കഴിക്കാതെ ഒരു 8 മണി, 8:30, 9 മണിക്കുള്ളിൽ കഴിച്ചാൽ ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ച് നൽകും. എങ്ങനെ ആയുസ് അല്ലാഹു വലിച്ചു നീട്ടുമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഭക്ഷണം നമ്മൾ രാവിലെ എത്രമാത്രം താമസിച്ച് കഴിക്കുന്നു അത്രമാത്രം ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. നേരത്തെ കഴിക്കണം, അതും അല്പം വെച്ചിട്ട് കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. രാവിലത്തെ ഭക്ഷണം അല്പം കൂടുതലും കഴിക്കണമെന്നാണ്. ഉച്ചക്ക് അതിൽ കുറച്ച്, വൈകിട്ട് തീരെ കുറച്ച്, അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ പോവേണ്ടത്.
അപ്പോൾ അതുമാത്രമല്ല വൈകിട്ടത്തെ ഭക്ഷണം, പ്രദോഷ ഭക്ഷണം നേരത്തെ ആക്കണമെന്നാണ്. പണ്ടുള്ള കാലങ്ങളിലൊക്കെ നിങ്ങളുടെയൊക്കെ ഈ കേൾക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന പല ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും അല്ലെ, അവർക്കൊക്കെ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇശാബാങ്ക് വിളിച്ച് ഉടൻ നിസ്കാരം, ഉടൻ തന്നെ ചോറെടുക്കാൻ പറയും. അല്ലെങ്കിൽ മഗ്രിബ് ബാങ്ക് വിളിച്ച് ആ ദിക്റും സ്വലാത്തൊക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ ചോറ് കഴിക്കും. ചോറ് കഴിച്ചിട്ടാണ് വാപ്പമാർ പള്ളിയിലേക്ക് പോവാറുള്ളൂ. അത്രമാത്രം നേരത്തെ, അതായത് 8:30 മണിക്കുള്ളിൽ അവർ ഭക്ഷണം കഴിക്കുമായിരുന്നു. 9 മണിക്കുള്ളിൽ അവർ കിടന്നുറങ്ങുമായിരുന്നു. രാവിലെ 4 മണിക്കും 4:30 എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് പല ആളുകളും അത് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ഫുട്ബോളിൻ്റെ കാലമായതുകൊണ്ട് ഫുട്ബോളുകളെയൊക്കെ കണ്ട് 2:30-3 മണി ചിലപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന് സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ കിടന്നുറങ്ങുന്ന ചില ആളുകൾ, ബിരുദന്മാരുണ്ട്. അപ്പോൾ എത്രമാത്രം താമസിച്ച് കിടക്കാമോ അത്രമാത്രം താമസിച്ച് കിടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫുട്ബോളിൻ്റെ അല്ലാത്ത സമയത്ത് 11 മണി 11:30 വരെയൊക്കെ ചിലപ്പോൾ TV കണ്ടിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഓരോരോ വീഡിയോകൾ കണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ വർത്തമാനം പറഞ്ഞ് കൂട്ടുകാരന്മാർ കാണുമ്പോൾ വെറുതെ വർത്തമാനം പറഞ്ഞ് 12:30-1 മണിയൊക്കെ കിടന്നു ഉറങ്ങുന്ന ആളുകളുണ്ട്. വലിയ അബദ്ധമാണ് നമ്മൾ കാണിക്കുക. ചിലപ്പോൾ 11 മണിക്ക് കിടക്കുന്നു, 10:30 എന്ത് കഴിക്കുന്നു? നല്ല കുഴിമന്തി അടിക്കുന്നു. നല്ല കുഴിമന്തിയും അൽഫാമൊക്കെ കഴിക്കണ്ടെന്ന് ഞാൻ പറയൂല, പറഞ്ഞാലും നമ്മളൊക്കെ കഴിക്കുന്നവരാണ്. കഴിച്ചോളൂ, പക്ഷെ അത് നേരത്തെയാക്കുക, മിതമാക്കുക. പ്രത്യേകിച്ച് രാത്രി ഭക്ഷണം അത് നമ്മളൊക്കെ വൈകിയാണ് കഴിക്കുന്നത്, അമിതമായി കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആയുസ് കുറയുന്നു. അതായത് അത് കഴിക്കുമ്പോൾ രോഗങ്ങൾ വരുന്നു, നമ്മുടെ ആയുസ്സിന് അത് സാരമായ പരിക്കുകൾ കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ കാലത്ത് സ്വഹാബിമാരും നബിതങ്ങളും ഒക്കെ ആ ഇശായോടടുക്കുന്ന സമയം അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഇശാ നമസ്കാരം കഴിഞ്ഞ് അതുപോലെ വിത്രൊക്കെ നമസ്കരിച്ച് വേഗത്തിൽ കിടന്നു ഉറങ്ങുന്നവരായിരുന്നു എന്നാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വെറുതെ ദുന്യവിയായ വർത്തമാനം പറഞ്ഞിരിക്കൽ കറാഹത്താണ് എന്നാണ്. നബിതങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഏകദേശം 2-2.5 മണിക്കൂറോളം വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം നേരത്തെ നബിതങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നാണ്. നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കാൻ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് ഇന്ന് ഡോക്ടർമാർ വരെ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ച് നൽകും. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ആയുസ് കുറച്ച് കളയുകയും ചെയ്യും. അതായത് കുറഞ്ഞു പോവും, വേഗത്തിലുള്ള മരണങ്ങൾ നമ്മെ പിടികൂടുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ജീവിതത്തിൽ അമൽ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.